സംഭവമാണ്. നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ? ചെറുതാണ് എന്നുള്ള രീതിയിൽ ചെറുതാണ്, നല്ലതല്ല, ചെറിയ ചെറുത്. ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. രേണുവക്കയുടെ വടക്കഥയിലോട്ടാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ രേണുവക്കയുടെ എത്ര അപരാധങ്ങൾ, എൻ്റെ പൊന്നടാവേ, ഇവർക്കിത് വയ്യേട്. ഞാൻ ആക്ച്വലി രാവിലെ നമ്മുടെ സഫാ മെഹനാസ് യൂണിവേഴ്സിറ്റിൻ്റെ സംഭവത്തിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ക്യാമിയ പോലെ നമ്മുടെ രേണുസുര ചങ്കുപടിയായിട്ടുള്ള ചങ്കിടിപ്പായിട്ടുള്ള പ്രതീക്ഷ ഇത്തരത്തിൽ സഫയുടെ അപ്പോൾ ഒരു റീല് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, പ്രതീഷ് നേരെ രേണുസുതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പുറത്തോട്ട് ചാടിയിട്ട് സഫ മെഹനാസ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോയെന്നുള്ളത്. എന്താണെങ്കിലും രണ്ടും നൈസാണ്. ഇനിയും പ്രതീക്ഷയുടെ പേരിൽ വേറൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം അവിടെ നിന്നാലും പ്രശ്നമാണ്, ഇവിടെ നിന്നാലും പ്രശ്നം. രണ്ടും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള യൂണിവേഴ്സ് തന്നെയാണ്. ഇതിനൊപ്പം തന്നെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒരു ഇന്റർവ്യൂ വന്നു, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം കഴിഞ്ഞ ദിവസം വുമൻസ് ഡേ ആയിട്ട് മഞ്ജു പത്രോസ് വന്നിട്ട് നമ്മുടെ രേണുവക്കയെ പറ്റിയിട്ട് ഈ വടക്കഥ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ രേണുവക്കയുടെ കുറേ നാളുകൾക്ക് ശേഷം വളരെ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമുണ്ട്. കിടിലൻ ഒരു വർക്കൻ. ആദ്യം ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. 1 million+ വ്യൂവർഷിപ്പ് കിട്ടിയേക്കുന്ന ഒരു വീഡിയോ ആണത്. ആകാശം പൊന്മാനം കാറ്റു ചെമ്പകം പൂത്തോട്ടെ കേട്ടോട്ടെ നീ എനിക്കുള്ള കന്നി പെണ്ണാണ്. ഹണ്ണി എന്താണെങ്കിലും വർക്ക് നൈസായിട്ടുണ്ട്. രേണുവൊക്കെ ഉള്ള കാര്യം പറയാമല്ലോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ രേണുവൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നൈസ് കുറേ വർക്കൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ കൊനഷൻ ഉണ്ടാക്കാനെ കൊണ്ട് ഈ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ച് വരുത്തിയിട്ട് കുറേ അപരാധങ്ങൾ വിളിച്ച് പറയും. അതാണ് നമ്മുടെ രേണുവൊക്കെ ഒരു ശീലം. ഇത് നൈസൊരു കിടിലൊരു വർക്ക് തന്നെയല്ലേ ഇത്. അതാണ് പണി അറിയാവുന്നവരുടെ കയ്യിൽ ഇങ്ങനെ ഒരാളെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചോളും. അവരെന്താണെങ്കിലും എഡിറ്റ് ചെയ്താൽ നല്ല രീതിയിൽ പണി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ നൈസായിട്ടുണ്ട്. എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ രേണുവൊക്കെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 99.9% കമൻറ്റ്സും പോസിറ്റീവായിട്ട് തന്നെയാണ്. എത്ര നാളുകൾക്ക് ശേഷമാണ് രേണുവൊക്കെ ഇങ്ങനെ ഒരു സാധനം വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്ത് പോയിട്ട് ഷോർട്ട് ഫിലിം എന്നും പറഞ്ഞുകൊണ്ട് അഭിനയമാണെന്നും പറഞ്ഞിട്ട് കടിച്ചുവറി കാണിക്കുക, അങ്ങനത്തെ കുറച്ച് കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും കാണിക്കുമ്പോൾ നമ്മളത് പറയും. പക്ഷെ ഇത് നല്ലൊരു സാധനമാണ്. നമ്മൾ നെഗ് മാത്രമല്ലല്ലോ, നല്ല പോസിറ്റീവായിട്ടൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലതെന്നും പറയണല്ലോ. ഇത് രേണുവക്ക ടു ബി ഹോണസ്റ്റ് നല്ല വർക്കാണ്, അടിപൊളിയാണ്. ഇത് നൈസ് തന്നെയാണ്. ഇങ്ങനത്തെ വർക്കുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൊള്ളാം. ഇനി നമ്മുടെ രേണുവക്കനെ കുറിച്ചിട്ട് മഞ്ജു പത്രോസ് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മുമ്പ് രേണുവക്കനെ പറ്റിയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ കണ്ടു. പാവം രേണുസുദിനെ എല്ലാവരും കൂടി ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുക, എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവക്കനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മഞ്ജു പത്രോസ്. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വുമൻസ് ഡേയിൽ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് ലേഡീസ് നമ്മുടെ വനിതാ ദിനമല്ലേ, ലേഡീസ് ഡേ. അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഞാനീ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാഗിൽ കുറേ യൂട്യൂബേഴ്സ് വന്ന് നിന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുണ്ട്. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്.
നമ്മുടെ അച്ഛനമ്മ എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുള്ളിക്കാരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതില്ലാത്ത വന്ന അപരാധങ്ങളൊക്കെ വന്ന് കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കിനും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മുടെ അടുത്ത് എന്ത് ചോദിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. പിന്നെ പലതും സ്ക്രിപ്റ്റഡ് ആണ്. നമ്മൾ ഈ കാണുന്ന പല സാധനങ്ങളും സ്ക്രിപ്റ്റഡ് ആണ്. നമുക്ക് വളരെ വ്യക്തമായി ശക്തമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കില്ല. ഇപ്പം രേണുക്കയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ കിച്ചുവിൻ്റെ ഒക്കെ ഇത് പറയുമ്പോൾ കിച്ചുവിനെ ഈ കൊല്ലം സുധിയുടെ മകൻ എന്ന നിലയിൽ എല്ലാവരും ഒരു വാത്സല്യത്തോടെ സ്നേഹത്തോടെയും കാണുന്നൊരു ആളാണ്. അപ്പം അങ്ങനെയുള്ള കിച്ചുവിൻ്റെ ഏറ്റവും വലിയൊരു ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ഈ പറയുന്ന മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ കിച്ചുവിൻ്റെ കാര്യത്തിൽ ആൾക്കാരുടെ മുന്നിലൂടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ കൊല വിളിക്കും. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനിപ്പം അവൻ പയ്യനല്ലേ, ചെറിയ പ്രായമില്ല, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതുപോലും മനസ്സിലാക്കാൻ തോന്നിപ്പിക്കാത്ത രീതിയിൽ കിച്ചുവിൻ്റെ ഒരു ഇത് കണ്ടാൽ പോലും അങ്ങനെ അവൻ്റെ കമൻറ്റ് ബോക്സ് തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് വലിയൊരു കാരണമായിട്ടുള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ രേണുസുധിയാണ്. രേണുസുധി കാണിക്കുന്ന അപരാധങ്ങളുടെയൊക്കെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ നേരെ കിച്ചുവിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പം എന്താണെങ്കിലും രേണുവൊക്കെ കണക്കാം, മൂനും കണക്കാം എന്നൊരു സാധനത്തിലാണ് കുറേ കമൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക. സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. ഈ വട എന്ന് പറയുമ്പോൾ ഉഴുന്നുവട, പരിപ്പുവട അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ചായയോടെ കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇത് അതിനെക്കുറിച്ചല്ല ഗൈസ് പറയുന്നത്. ഇത് നമ്മുടെ രേണുവക്കയെ കുറിച്ചാണ് ഗൈസ് പറയുന്നത്. രേണുവക്ക എന്താണ് മഞ്ജു പത്രോസ് ഇത്തരത്തിൽ പറയാനുള്ള ഒരു കാരണം എന്നൊരു സാധനം. അപ്പൊ അതിനിടെ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല, അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. അതിനകത്ത് പറയുന്ന സംഭവമാണ് നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല, ചെറുത്. നമുക്ക് നാണം വരും. ചുമ്മാ ഇങ്ങനൊന്നും പറയല്ലേ രേണുക്ക. എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് പറയാനതിനകത്ത്. അല്ലെങ്കിൽ ഈ രേണുക്ക് കിറ്റിച്ച് വർത്താൻ ഒരു ഇത്തിരി കൂടുതലാണ്. എന്നാലും തൊലിക്കട്ടി നമ്മള് സമ്മതിയുടെ പുള്ളിക്കാരിയുടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ മീഡിയാസ് ഒന്നും ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതും ഇതുപോലെ പറയുമോ? വാട്ട് ഈസ് ദിസ്? മനസ്സിലാവണില്ല. ഇനി രേണുക്കയുടെ മറ്റു പല സംഭവങ്ങളുടെ കട സുഹൃത്തുക്കളെ മീൻസ് മറ്റേ ക്രിക്കറ്റ് കളി കളിക്കാറുണ്ട്. ക്രിക്കറ്റ് കളി കുഞ്ഞിലേ കളിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം ഇന്ന് നമ്മുടെ ഫൈനലാണ്. അപ്പം സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ച് ചേച്ചി കളി കാണാറുണ്ടോ? കുഞ്ഞിലെ പാകിസ്ഥാനും ഇന്ത്യ ഉണ്ടായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കറും ക്രിക്കറ്റിനെ കുറിച്ചാണ് പറയണേ. സച്ചിൻ തെണ്ടുൽക്കറും ജഡേജയൊക്കെ ഉണ്ടായിരുന്നപ്പോ കാണാറുണ്ട്. ഞാൻ വലിയ ഫാനാണ് ജഡേജയുടെ, അജിത് അഗാർക്കറിന്റെ ആ സമയത്തൊക്കെ. ഇപ്പൊ കളി കാണാറില്ല? ഇല്ല, ഇപ്പൊ കളി കാണാറില്ല. ഞാൻ ക്രിക്കറ്റിനെ കുറിച്ചാണ്. പണ്ടത്തെ കുഞ്ഞിലത്തെ മറ്റേ സച്ചിൻ തെണ്ടുൽക്കർ, അജിത് അഗാർക്കർ, അനിൽ കുംബ്ല, എന്താ പറയാ, ജഡേജ, അവരുടെയൊക്കെ ഫാനായിരുന്നു. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതെ, നമ്മളും കുറച്ച് പ്ലേയേഴ്സിന്റെ ഒക്കെ ഫാനാ. പക്ഷെ പേരിവിടെ പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. പറഞ്ഞാലും എല്ലാവർക്കും അറിയണമെന്നും അറിയത്തില്ല. എന്താണെങ്കിലും രേണുവൊക്കെ ഇവിടെ ക്രിക്കറ്റിനെ കുറിച്ച് തന്നെയാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. സിരിച്ചേട്ടന്റെ മരണത്തിന് ശേഷം 2 മക്കളെയും ഒറ്റയ്ക്ക് വളർത്തി ഇപ്പൊ കൊണ്ടുവരുന്ന ഒരാളാണ് ചേച്ചി. ഈ വനിതാ ദിനത്തില് ചേച്ചിക്ക് എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? സ്ത്രീകളോടോ? ഒറ്റയ്ക്ക് താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ വനിതകൾ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. വനിത അല്ലെങ്കിൽ സ്ത്രീ അമ്മയാണ്, അല്ലേ? നമുക്ക് അമ്മ എന്ന് പറയുന്ന ഒരു സത്യം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു വിളക്കാണ് അമ്മ. പക്ഷെ നിങ്ങളുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ ഒരുമാതിരി കുത്തുവിളക്ക് പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യണേ.
അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക. ഇതിന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിക്കുന്നവരാണ്. ഒരുപാട് കണ്ണുകളിലൂടെ അവരെ കാണുന്നു മറ്റുള്ളവർ. പക്ഷെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ അനുഭവം നിങ്ങൾക്ക് ഈ പുറമേ നിന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുക. അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഈ നെഗറ്റീവ്സും ഈ പ്രശ്നങ്ങളും ഒന്നും തളർത്താതെ അവർ മുന്നോട്ട് പോകാറ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. അവർ ഒരിക്കലും തളർന്നു പോകരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വനിതാ ദിനത്തിൽ നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങളെ ചിലപ്പോൾ തളർത്താൻ ഒരുപാട് പേര് കാണുന്നത്, ചിലപ്പോൾ വിധവകളായിട്ടുള്ള സ്ത്രീകളായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും, ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും. ഇവരെയൊക്കെ തളർത്താൻ ഒരുപാട് പേര് കാണും. പക്ഷെ ഇതിൽ നിന്നും നിങ്ങൾ തളരാതെ മുന്നോട്ട് തന്നെ പോകാം. മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യസ്ഥാനം എത്തും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുക, മുന്നോട്ട് പോകാൻ. എന്തായാലും ദൈവം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. ജയ് ബാലയ്യ. പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയല്ലേ അന്ന് പറഞ്ഞത്, റിതപ്പൻ എന്നാ നിങ്ങൾ നോക്കിക്കോ, എനിക്ക് നോക്കാൻ വയ്യ, നിങ്ങളെന്നാ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞേക്കുന്ന മക്കളെയൊക്കെ ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പൊന്നു കിച്ചു അതിനകത്ത് പറഞ്ഞ കാര്യമാണ്. ഈ വീട്ടിൽ വന്ന് നിൽക്കാനെ കൊണ്ട് കംഫർട്ടബിൾ അല്ല. രേണുക്കയുടെ ഭാഷയിൽ പറഞ്ഞ കംഫോർട്ടബിൾ അല്ല എന്ന് ചേർത്ത് പിടിച്ചതാണേ. ഇനി രേണുക്കയുടെ വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇനാഗുറേഷനോ എന്തോ വന്നപ്പോഴത്തേക്കിനും അവരുടെ ഡ്രസ്സിനെ ചൊല്ലിയിട്ടുള്ള സംഭവം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ മറ്റേ ഡയറക്ടർ വന്ന് ചുക്കാൻ പിടിച്ചേക്കുന്ന ആ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാരി എന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ സ്ക്രിപ്റ്റിനകത്ത് ഇല്ലാത്ത കുറച്ച് സാധനങ്ങളും വൈറലാവാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ കൈ നീട്ടി ചെയ്യായിരുന്നു. മറ്റേ കടിച്ചു പറിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനി നമ്മുടെ ദാസേട്ടൻ പറയുന്നത് കേൾക്കാം. എനിക്കവിടെ പറയാം, എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാം. പക്ഷെ അവിടെ അവിടെ തലേദിവസം ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, നായകൻ അടുക്കുന്നു, അത് റൊമാൻറ്റിക് ആയിട്ട് ഭാവം വരുന്നു, അവിടെ കഴുത്തിന് ഉമ്മ വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറാണ് പറയുന്നത്, വിവരിച്ചത്. ഇങ്ങനെ ചെയ്യുക ദാസൻ, എങ്ങനെ ചെയ്യും, അത് വൈറലാവേണ്ടതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് വെറുതെ പറയാം. അങ്ങനെ ഒരു പരാമർശം അതിലില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യും, കുറച്ചുകൂടെ അടുക്കു ദാസേട്ട, കഴുത്തിൽ ഉമ്മ വെക്കു ദാസേട്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിവാദമായി, വൈറലായി. കാരണം ഒരു കാര്യം കൂടി ഉണ്ട്, ദാസേട്ടൻ കൂടെ അഭിനയിച്ചോണ്ടല്ല, ആരാ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ, രേണുസുതി. കേരളത്തിൽ ഇത്രയും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ രേണുസുതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി. അല്ലേ അവരായതുകൊണ്ട് സാധനം കത്തും, സാധനം കത്തിക്കപ്പെടും. ഓക്കെ, അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണ് അപ്പൊ ദാസേട്ടൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദാസേട്ടൻ കൊടുക്കുന്ന വ്യക്തി നായകനായി കള്ളു ചെത്തുകാരനായി അവിടെ അഭിനയിച്ചതാണ്. ഞാൻ സിനിമകളിലായാലും അങ്ങനെ അഭിനയിച്ചതാണ്. സീരിയസ്ലി ഞാൻ പലപ്പോഴും കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രായമായിട്ടുള്ള അപ്പന്മാരെ അമ്മമാരെ നിങ്ങളെ മോശമായിട്ട് പറയുന്നൊന്നല്ല കേട്ടോ, പക്ഷെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ അത് മുതുക്കു കൂത്താട്ടം. അഭിനയത്തിനെ വിളിക്കരുത് പ്ലീസ് ദാസേട്ടാ. അങ്ങനെ വിളിച്ച് അഭിനയത്തിനെ ഒരുമാതിരി കളിയാക്കരുത് നിങ്ങൾ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഡയറക്ടർ പറഞ്ഞത് ഞങ്ങൾ കണ്ടായിരുന്നു, അങ്ങോട്ട് കൊടുക്കുക കുമാരേട്ടാ ഡയറക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെച്ച് കീച്ച് ഡയറക്ടർ പറയാത്ത കുറേ സംഭവങ്ങൾ നിങ്ങൾ അവിടെ ചെയ്ത് വീഡിയോ ചെയ്ത് വൈറലാക്കി. അതൊക്കെ എന്തായിരുന്നു ദാസേട്ടാ? ഇനി അടുത്ത കേൾക്കാം നമ്മുടെ രേണുവൊക്കെ പറയുന്നത്. ചേച്ചി അതുപോലെ തന്നെ ഇപ്പം ദാസേട്ടനുമായിട്ട് ഈ ഇടയ്ക്ക് നടന്നൊരു ആൽബത്തിൽ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒഴുകി ചേർന്നു, ഓവറായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ പറയുന്നവരുടെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അഭിനയമായിട്ട് തന്നെ കാണുക. ഓവറായിട്ട് ഒഴുകി ചേർന്ന് അഭിനയിക്കാൻ ഡയറക്ടർ പറഞ്ഞാൽ ആ ക്യാരക്ടർ അത് ചെയ്യും. ഇനിയിപ്പോൾ സിനിമയ്ക്കകത്ത് അങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഐറ്റം ഡാൻസ് കളിക്കുക രേണുസുതി എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫോർട്ടബിൾ ആണ്, ഞാൻ ചെയ്യും. പക്ഷെ അത്രേ ഉള്ളൂ. രേണുവൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രേണുവൊക്കെ ഇതൊക്കെ ചെയ്യാനെ കൊണ്ട് കംഫോർട്ടബിളും ഹാർപ്പിക്കബിളും ആണെന്നുള്ളത്. പക്ഷേ രേണുവൊക്കെ ഇത് സീനിനകത്ത് ഈ ആൽബത്തിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഇച്ചി പൈൻ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരുടെയും. എന്താണെങ്കിൽ നമ്മുടെ രേണുവക്കയുടെ വടക്കഥ കേട്ടിട്ട് മഞ്ജു പത്രോസ് എന്താണെങ്കിൽ ഇവിടെ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു നമ്മുടെ മഞ്ജു പത്രോസ്. പക്ഷേ പുള്ളിക്കാരി പോലും ഇന്നിങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് രേണുവക്ക ഇന്നലകളിൽ നല്ലത് പറഞ്ഞേക്കുന്ന ഓരോ ആൾക്കാരെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചേക്കുന്ന സുഹൃത്തുക്കളെ. എഗെയിൻ ഞാൻ പറയുന്നു, നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിൽ അതൊക്കെ നൈസ് വർക്കാണ്. രേണുവക്ക ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നൈസ് വർക്കാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ അവരത് കാണിച്ച് അവരതൊന്നും പരിപാടി പിന്നല്ല. അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും ഇത്ര കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.